ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമുക്ക് കൊണ്ടുവരാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് ഒരു മുട്ട, ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയുടെ കൂടെ ഒന്ന് കലക്കിയെടുക്കണം. അടിക്കരുത്, കലക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പുഡിങ് ആയതുകൊണ്ട് നമ്മൾ ബിസ്ക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പാർലയുടെ മാരി എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റാണ്. നല്ല ബിസ്ക്കറ്റാണിത്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല കമ്പനി അതുകൊണ്ട് ഈ കമ്പനി പാർലയുടെ ആയതുകൊണ്ട് നമ്മൾ എടുത്തത്. നല്ല ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിൽ ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാരമലൈസ് ആക്കണം. നമ്മുടെ സാധനം ബ്രൗണിഷ് ആവുന്നുണ്ട്. ആയില്ല, പക്ഷെ ആവുന്നുണ്ട്. ഈ വെള്ളം നല്ല വെള്ളമാണോ? ഓക്കെ ഗൈസ്, നമ്മുടെ പഞ്ചസാര ഇപ്പം കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ കണ്ടെയ്നറിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്താ ആവി ഇറക്കുന്നുണ്ട്, പുകയാണെങ്കിൽ പറക്കുന്നുണ്ട്. ഇനി നമ്മളെ മുട്ടയുടെ മിക്സിയിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ഒരു 2-3 ബിസ്ക്കറ്റ് ഇടണം. എന്നിട്ട് നമ്മൾ ഒന്ന് കലക്കരുത്, അതിന് വരെ മുക്കി ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. കുറച്ചേ ചേർക്കാവുള്ളേ, കുറേ ചേർക്കരുത്. കുറേ ചേർത്ത ഈ സാധനത്തിന് ഒട്ടും ടേസ്റ്റ് കിട്ടത്തില്ല. വാനില എസൻസും കൂടി ഇട്ട് നമുക്കൊന്ന് അങ്ങനെ വെക്കാം. എന്നിട്ട് ഇപ്പോൾ അത് ഓൾറെഡി ആ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പഞ്ഞിയായി വരുന്നുണ്ട്. ആയില്ല, പഞ്ഞിയായി വരുന്നുണ്ട്. നമുക്കൊന്നൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളിതാ ഉടച്ചു ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫോർക്ക് വെച്ച് തന്നെ ഉടച്ചു കൊടുത്തേ, ഒന്നും വെച്ചിട്ട് ഉടച്ചില്ല. നമ്മൾ പഴം ഒന്നും ഇട്ടില്ല കേട്ടോ. നിറം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പഴം ഇട്ടോ, ഇല്ല ഇടയ്ക്ക് പഴം ഇട്ടോ എന്ന് ചോദിക്കും. പഴം ഇട്ടില്ല പക്ഷെ. എന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുവെക്കാം. ലെറ്റ്സ് ഗോ. ഭയങ്കര പാടാ. ബിസ്ക്കറ്റ് ഇതിൻ്റെ അകത്ത് വെക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് കൊണ്ടുവെക്കാം. എന്നിട്ട് ചേട്ടാ എന്നിട്ട് നമ്മളതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടൻസ് കാണിച്ചു തരാം. കണ്ട, ഇത്രയും തിക്നെസ് കാണണം. കണ്ട, വെള്ളം പോലെ അല്ലായിരിക്കണം, എന്നാൽ ഇതും അല്ലായിരിക്കണം. വെള്ളം പോലെ അല്ലായിരിക്കരുത്, എന്നാൽ മഷി പോലെ ആവരുത്. അതിന് ഒരു മിഡിൽ കൺസിസ്റ്റൻസ് വേണം. കൺസിസ്റ്റൻസ് വായി കിട്ടത്തില്ല. അപ്പം നമ്മൾ പുഴയിൽ വെച്ച് സാധനം ചൂടാ. കൈവളി കൊള്ളാം. We can do this. We can do more. എന്നിട്ട് നമ്മൾ ആ മിക്സ്ചർ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം.
രണ്ടടയെന്ന് പറയാനല്ല, ജസ്റ്റ് ചായയാണ്, വെറുതെ അങ്ങനെ കാണിച്ചത്. ചായയാണ്. നമുക്കിനി ബാക്കി കാണാം. ഓക്കെ, നമ്മളിനി ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു കലം എടുത്തിട്ട് ഇഡലി പുഴുങ്ങുന്ന ഇത് തട്ടില്ലേ, അതായാലും മതി. തട്ടല്ല, എന്തോ ചെയ്യുന്ന സാധനം ആയാലും മതി. എന്നിട്ട് നമ്മളത് സ്റ്റൗവിലേക്ക് വെക്കണം. ചുട്ട് നമുക്ക് ബാക്കി പരിപാടി എടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഈ സാധനം വെക്കണം. ഇതാദ്യം നമ്മളൊന്ന് ഹീറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് തണുപ്പിക്കും. തണുക്കുമ്പോൾ നമ്മളെ പുഡിങ് റെഡി ഗൈസ്. ഓക്കെ, നമുക്ക് നാച്ചുറലിലേക്ക് റിയാലിറ്റിയിലേക്ക് പോവാം.